നമസ്കാരം. CMRL എക്സാലോജിക് ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് EDക്ക് കൈമാറാനുള്ള ഉത്തരവെത്തി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. SFIO ചുമത്തിയ കുറ്റങ്ങളും കുറ്റപത്രത്തിലെ വിവരങ്ങളും പരിശോധിച്ച ശേഷം വീണ വിജയന് സമൻസ് അയക്കാനാണ് EDയുടെ നീക്കം. SFIO സമർപ്പിച്ച കുറ്റപത്രം കഴിഞ്ഞ ദിവസം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 2013 കമ്പനി നിയമത്തിലെ 129(7), 134(8), 447, 448 വകുപ്പുകൾ കുറ്റാരോപിതർക്കെതിരെ നിലനിൽക്കുമെന്നും കുറ്റപത്രം അംഗീകരിച്ചുകൊണ്ട് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് EDക്ക് കൈമാറാൻ തീരുമാനമായത്. SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ പകർപ്പ് ആവശ്യപ്പെട്ട് EDയും അപേക്ഷ നൽകിയിരുന്നു. കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിരുന്ന മൊഴികളിലെ തെളിവുകളടക്കം പരിശോധിച്ചായിരിക്കും EDയുടെ ഇനിയുള്ള തുടർ നടപടികൾ. CMRL MD, ജീവനക്കാർ അടക്കമുള്ളവരെ ആദ്യഘട്ടത്തിൽ ED ചോദ്യം ചെയ്തിരുന്നു. രണ്ടാം ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും ED ചോദ്യം ചെയ്യും. സേവനമൊന്നും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് CMRL നിന്ന് 2.70 കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി, അതായത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ്, വൻതുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIO സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു. ഈ കുറ്റപത്രമാണ് EDക്ക് നൽകാൻ കോടതി തീരുമാനിച്ചത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ൽ SFIO സമർപ്പിച്ച കുറ്റപത്രമാണ് EDക്ക് കിട്ടാൻ പോകുന്നത്. കുറ്റപത്രം കിട്ടിയതിന് പിന്നാലെ ED നടപടികളിലേക്കും കടക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ SFIO കണ്ടെത്തിയാലും EDക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല. കേസിൽ PMLA, FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് EDക്ക് കടക്കാൻ കഴിയും. അറസ്റ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ട പ്രതിരോധ നീക്കങ്ങൾ എടുത്തു കഴിഞ്ഞു. വീണയെ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. SFIO നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത സാഹചര്യത്തിൽ വീണ വിജയന് തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഈ മാസം 21-ന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതിനു മുൻപ് തന്നെ വീണയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ED തേടുന്നത്. ഇതിനു മുൻപ് EDക്ക് കുറ്റപത്രം കിട്ടുന്നത് വീണയുടെ അതിവേഗ അറസ്റ്റിന് പോലും കളമൊരുക്കും. ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക. മധുരയിൽ CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണയും പോയിരുന്നു. അന്ന് തഞ്ചാവൂരിൽ ക്ഷേത്ര ദർശനവും നടത്തി, ചില പൂജകളും ചെയ്തു എന്നാണ് സൂചന. ക്ഷേത്രത്തിന് പുറത്തെ സെൽഫി എടുക്കാനായി വീണ നെറ്റിയിലെ കുറി മാറ്റിയതടക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഈ കുറിമായ്ക്കൽ തിരിച്ചടിയാകുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതാണ്ട് തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ED കേസ് വീണയ്ക്ക് ഉറപ്പാണ്. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്താകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസിൽ അതീവ ജാഗ്രതയാണ്. സാധാരണ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് വീണയുടെ താമസം. തൊട്ടടുത്ത് ഭർത്താവ് റിയാസിന്റെ മന്ത്രിമന്ദിരവുമുണ്ട്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ED സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷ് മുഖേനയാണ് കുറ്റപത്രത്തിനായി അപേക്ഷ നൽകിയത്. ഇതാണ് അംഗീകരിക്കപ്പെട്ടത്. 1 വർഷം മുമ്പാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ED CMRLന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും. CMRL ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ EDക്ക് കഴിയും. ഇതിനൊപ്പം CMRL കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ECIR റദ്ദാക്കി കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ സജീവമാണ്. വീണ വിജയനെതിരായ തെളിവുകൾ വിലയിരുത്തിയാകും ഇതിൽ തീരുമാനമെടുക്കുക. കുറ്റപത്രം പരിശോധിച്ച ശേഷം
വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. സമയം കളയാതെ കുറ്റപത്രം കൈമാറി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് നോട്ടമിടുന്നത്. SFIOയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ 447 വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നു എന്നാണ് കണ്ടെത്തിയത്. ഇതിന്റെ ചുവട് പിടിച്ച് ഇഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും. CMRL എക്സോളജിക് ഇടപാടിൽ 1 വർഷം മുമ്പ് ED ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച് കേസില്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. SFIO അന്വേഷണത്തിൽ വഞ്ചനാ കുറ്റം കണ്ടെത്തിയതോടെ പ്രതിസന്ധി ഒഴിഞ്ഞു. SFIO കേസിൽ വീണയ്ക്ക് സമൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറ്റപത്രത്തിനെതിരായ നിയമ നടപടികൾക്ക് സാങ്കേതികമായ തടസ്സമുണ്ട്. വീണയ്ക്ക് സമൻസ് കിട്ടിയില്ലെങ്കിലും ഇഡിക്ക് കുറ്റപത്രം കിട്ടുകയും ചെയ്യുന്നു. ഇതോടെ ED വീണയെ പ്രതിയാക്കി ഉടൻ കേസെടുക്കാൻ സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ വീണ അതിവേഗം മുൻകൂർ ജാമ്യം തേടും. ഇവിടെ ED എടുക്കുന്ന നിലപാട് നിർണായകമാകും. പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം കോടതി സ്വീകരിച്ചത്. സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി. ശേഷം 1-ാം പ്രതിയായ CMRL MD ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ T വീണ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഇതിൽ 4 പ്രതികൾ 4 കമ്പനികളാണ്. ഈ സമൻസ് കിട്ടിയിരുന്നുവെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികൾ വീണയ്ക്ക് തുടങ്ങാൻ കഴിയുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സമൻസ് ഇല്ലാതെ ഇതിലൊരു പടി പോലും മുൻപോട്ട് പോകാൻ വീണയ്ക്ക് കഴിയില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന നിയമ വെല്ലുവിളി. കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയും അവരുടെ കമ്പനിയായ എക്സോളജിക് സൊല്യൂഷൻസും ചേർന്ന് 2.7 കോടി രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIOയ്ക്ക് അനുമതി നൽകിയിരുന്നു. കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവും വഞ്ചിച്ചു നേടിയ തുകയുടെ 3 മടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തതെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലാണ് ED. അതായത് SFIOയും EDയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഏജൻസികളും തമ്മിൽ ഏകോപനം കൂടുതലാണ്. നൽകാത്ത സേവനത്തിന് CMRLൽ നിന്ന് വീണയും എക്സോളജിക്കും പണം കൈപ്പറ്റിയെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് BJP നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ SFIO അന്വേഷിച്ചത്. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ 77 ലക്ഷം രൂപ എക്സോളജിക്കിന് വായ്പ നൽകിയ കേസും നിലവിലുണ്ട്. ബംഗളൂരുവിലാണ് ഈ കേസ്. ഇതിൽ തൽക്കാലം ED അന്വേഷണം ഉണ്ടാകില്ല. അതിനിടെ വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയാണെന്നും SFIO അന്വേഷണ വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കാൻ CBIയും എത്തിയേക്കും. അങ്ങനെ CBI അന്വേഷണം എത്തിയാൽ അത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീളുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ പിണറായിയെയും മകളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനും സാധ്യതയേറെയാണ്. നന്ദി.